എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാലും തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ്. ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാലും തടസ്സങ്ങൾ ഉണ്ടാവുക, അതിനെ മറികടക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവുക, ഇതൊക്കെ പലരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. നിസ്സാരമായ ഒരു കാര്യം പോലും ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് പോലും പല രീതിയിലുള്ള തടസ്സങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മറികടക്കണമെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജിച്ച് വേണം തുടങ്ങാനായിട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, നമ്മുടെ ആ ഒരു പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് വിഘ്നേശ്വരനെ ഭജിക്കുന്നത്. വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാലും അതിനെ മറികടക്കാനുള്ള ശക്തിയും ആത്മധൈര്യവും ഭഗവാൻ തന്നെ തരും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും തടസ്സങ്ങൾ. പക്ഷെ ചില ആൾക്കാർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ വരിക, മനസ്സിന് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഏത് കാര്യത്തിനും തടസ്സം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേയും, എന്തൊരു ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, എന്തൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേയും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കാര്യവും ശരിയായ രീതിയിൽ ശുഭപര്യവസാനം, അതായത് ശുഭമായിട്ടുള്ള ഒരു അവസാനം അതിന് ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഗണേശ ഭഗവാന്റെ അനുഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടസ്സങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യം ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ ഇന്നൊരു പരിഹാര മാർഗം പറയുന്നുണ്ട്. ഏതൊരാൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട്. ഒരു മന്ത്രജപമാണ്. അപ്പോൾ മുഴുവൻ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തടസ്സങ്ങൾ ഒരു ശാപം പോലെ പിന്തുടരുകയാണ് എന്നുള്ളത്. അതായത് അവർക്ക് ഗണേശ ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിലെ തടസ്സങ്ങൾ പ്രതിസന്ധിയാകുന്ന സമയത്ത് അതിനൊരു പരിഹാരവുമുണ്ട്. തടസ്സങ്ങളെല്ലാം മാറ്റുന്ന ദേവനാണ് വിഘ്നേശ്വരൻ. ഏത് കാര്യം തുടങ്ങുമ്പോഴും തടസ്സം നേരിടുന്ന ആൾക്കാർ എന്നല്ല, എല്ലാവരും ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഓം ഗം ഗണപതയേ നമഃ എന്ന ഗണേശ മന്ത്രജപം ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, തടസ്സങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. ഇനി ഈയൊരു മന്ത്രജപം ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടുമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഒരു മന്ത്രജപം ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുന്നതായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അതായത് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമാണല്ലോ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജപം ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ നാളെ മുതലാണ് ജപം ആരംഭിക്കാൻ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട്, അടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് കൂട്ടുഗണപതി ഹോമം നടത്തണം. പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിച്ചാലും മതിയാവും. ഗണേശന് ഒരു വഴിപാട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു മന്ത്രജപം തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ദിവസവും രാവിലെയോ വൈകിട്ടോ
ഏതെങ്കിലും ഒരു സമയം, ഒരു നിശ്ചിത സമയം കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ജപം നടത്താനായിട്ട്. ഗണപതി ഭഗവാനെ മനസ്സിലുറപ്പിച്ച് രൂപം സങ്കല്പിച്ച് തികഞ്ഞ ഭക്തിയോടെ വേണം മന്ത്രം ജപിക്കാൻ. കുറഞ്ഞത് 108 തവണയെങ്കിലും ദിവസവും ഈ മന്ത്രം ജപിക്കണം. എണ്ണം കൂടുന്നത് നല്ലതാണ്, പക്ഷേ ഈ 108ലും കുറയാൻ പാടില്ല. 1008 തവണ വീതം ദിവസവും മന്ത്രം ജപിക്കാൻ സാധിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ വളരെ ഉത്തമമാണ്. ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ചെറിയൊരു മന്ത്രമാണല്ലോ, സമയമുള്ളവർക്ക് ജപിക്കാം. ഇനി സാധിക്കാത്തവർക്ക് 108 തവണയൊക്കെ എന്തായാലും ജപിക്കാൻ സാധിക്കും. അതിലൊന്നും ഒരു സംശയവും വേണ്ട. നമ്മൾ ആ ഒരു തടസ്സത്തെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സത്തെ നേരിടാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു അംശം പോലും വരില്ല ഈ ഒരു സമയമെന്ന് പറയുന്നത്. അങ്ങനെ കരുതിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് തുടർന്ന് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ മന്ത്രജപം തുടങ്ങിക്കഴിഞ്ഞാൽ 41 ദിവസം പിന്നിടുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങും. ഫലം കിട്ടിത്തുടങ്ങിയാലും ഇല്ലെങ്കിലും ജപം നിർത്താൻ പാടില്ല എന്നതും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് 41 ദിവസമായിട്ടും ഒരു ഫലവും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത് വരെ നിങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങളുടെ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാലും ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. തുടർന്നുകൊണ്ടേയിരിക്കുക. വീണ്ടും നിങ്ങൾക്ക് എന്താ പറയുക, ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളും ഇല്ലാതാക്കണം. ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കുക. വീണ്ടും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വീണ്ടും തുടങ്ങുക. അതിലും നല്ലത് ഏതൊരു മനുഷ്യനായാലും ദിവസത്തിൽ ഒരല്പം നേരം ഒരു മന്ത്രജപത്തിനായിട്ട് മാറ്റിവെക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഒക്കെയും നല്ലതാണ്. അങ്ങനെ കണ്ടുകൊണ്ട് ആ ഒരു കാര്യമൊന്ന് ചെയ്യുക. അപ്പോൾ ജപിക്കേണ്ട മന്ത്രം ഒന്നുകൂടെ ഒന്ന് പറയാം. ഓം ഗം ഗണപതയേ നമഃ. ഈ മന്ത്രം കുറഞ്ഞത് 108 തവണയാണ് ജപിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിലത്തിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കാൻ പാടില്ല. അതായത് വെറും നിലത്തിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കാൻ പാടില്ല. ഒന്നുകിൽ ഒരു പലകയോ അല്ലെങ്കിൽ കട്ടിയുള്ള കോട്ടൺ തുണിയോ അല്ലെങ്കിൽ മന്ത്രജപത്തിനായിട്ട് ഉപയോഗിക്കുന്ന അതുപോലത്തെ മാറ്റുകളൊക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ലഭ്യമായിട്ടുള്ളത് അതുപോലത്തെ എന്തെങ്കിലും വസ്തുവിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വേണം മന്ത്രജപം നടത്താനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ന്യൂസ് പേപ്പറൊന്നും വിരിച്ച് ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു ഈ ഒരു മന്ത്രം, ഈ ഒരു കാര്യം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ചെയ്യാം. എന്നാൽ പുരുഷന്മാർ ഈ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല. അതായത് ഷർട്ടൊക്കെ അഴിച്ചിട്ട് വേണം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഷർട്ട് അഴിച്ചുകൊണ്ട് വേണം ഈ മന്ത്രജപം നടത്താനായിട്ട്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മന്ത്രജപം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അതിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണാം. എന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അതല്ല, വീട്ടിൽ മറ്റേതൊരു സ്ഥലത്തും വൃത്തിയുള്ള ഏതൊരു സ്ഥലത്തിരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. ഇനി ചിലർ ചോദിക്കാൻ പോകുന്ന ചോദ്യം, പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി നൽകുന്നതായിരിക്കും. എന്നാലും ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഇനി മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു, അപ്പോൾ അവിടെ നിന്ന് ജപിക്കാൻ പാടുണ്ടോ എന്നുള്ളതായിരിക്കും. എവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ അടുത്ത ഒരു കാര്യം, ഞാൻ പറഞ്ഞു രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് തീരുമാനിച്ച ആ ഒരു സമയത്ത് ഈ ഒരു മന്ത്രജപം നടത്താവുന്നതാണ്. പക്ഷേ രാവിലെ 9 മണിക്ക് ശേഷമോ അതുപോലെ തന്നെ രാത്രി 9 മണിക്ക് ശേഷമോ മന്ത്രം ജപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ മന്ത്രജപം നടത്തിക്കഴിഞ്ഞാൽ, അതായത് രാവിലെ 9 മണിക്ക് ശേഷവും രാത്രി 9 മണിക്ക് ശേഷവും മന്ത്രജപം നടത്തിക്കഴിഞ്ഞാൽ അതിന് അത്ര കണ്ടങ്ങ് ഫലപ്രാപ്തി ലഭിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഫലം ലഭിക്കാനാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുക. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കണം.
അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഉണ്ടാകാവുന്ന സംശയമാണ് ഈ മന്ത്രജപ കാലയളവിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണോ എന്നുള്ളത്. ബ്രഹ്മചര്യമൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കുന്നവർ ഈ ഒരു മന്ത്രജപ കാലയളവിൽ അതൊന്നും ഒഴിവാക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിച്ച് ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഗ്യാപ്പ് ഇട്ട ശേഷം, അതായത് നിങ്ങളിപ്പോൾ രാവിലെയാണ് മന്ത്രജപം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരമോ രാത്രിയോ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഈ രാവിലെ നോൺ വെജ് ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയി മന്ത്രജപം ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതിനെല്ലാത്തിനും പുറമെ നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.